നമ്മളെ ഭരിക്കാൻ ഒരാൾക്കും ഒരനുമതി കൊടുക്കരുത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തീരുമാനങ്ങൾ എന്ത് തന്നെയാലും അത് അന്തിമമായിട്ട് എടുക്കേണ്ടത് നമ്മളായിരിക്കണം. മനസ്സിലാവുന്നില്ലേ? എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാനൊട്ട് ആരെയും ഭരിക്കാനും പോകില്ല, എന്നെ ആരും ഭരിക്കാനും വരരുത്. കാരണം അതിന്റെ രണ്ടിന്റെയും നടുവിൽ നിൽക്കണം. അപ്പൊ നമ്മൾക്കൊരു കാര്യം ചോദിക്കണം, അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊരു കൺക്ലൂഷനിൽ വരുമ്പോൾ നമുക്ക് ഒരാളോട് ചോദിക്കാം, ഞാൻ എന്ത് ചെയ്യുന്ന അറിയില്ല എന്ന്. അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഒരിക്കലും നമ്മുടെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കരുത്. എനിക്കത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ ഞാൻ ആരുടെ ലൈഫിലും കയറിയിട്ട് ഒരുപാട് അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അവരെ ആ റൂട്ടിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ ഇത്ര വർഷവും ജീവിച്ച ഒരു രീതിയുണ്ട് അല്ലെ, ഇത്ര കൊല്ലം നമ്മൾ ജീവിച്ചില്ലേ, ഇനിയും നമ്മൾ മുന്നോട്ട് ജീവിക്കും. പിന്നെ ഈ ലോകത്ത് ഭഗവാൻ അറിയാതെ ഒന്നും നടക്കണില്ല. നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളെ നമ്മൾ അനുഭവിക്കും. ഇത് പൊതുവേ ഉള്ള ഒരു കാര്യം ഞാൻ പറയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓൾ ഓവർ എല്ലാവരുടെയും ഇപ്പൊ എത്രയോ കഷ്ടപ്പെട്ട അച്ഛനമ്മമാര് പെൺകുട്ടികളെ വളർത്തി അവരെ വലുതാക്കി, അവര് ചിലപ്പോൾ നാളെ നമ്മൾ ആരും പറയുന്നത് കേൾക്കാതെ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോവും. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അത് അബദ്ധത്തിലേക്കാവാം, ചിലപ്പോൾ നാളത്തെ നല്ലൊരു ശരിയിലേക്കാവാം. വട്ടവർ എന്തായാലും ശരി, നടക്കേണ്ടത് നടക്കും. അപ്പൊ അതേപോലെ കുറെയൊക്കെ നമ്മളായിട്ട് ജീവിക്കുക, നമ്മുടെ ഒരു നല്ലൊരു ലോകം ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് എന്താണോ ജീവിതത്തിൽ സന്തോഷം തരുന്നത് ആ സന്തോഷം നമ്മൾ ചെയ്യുക. വാശി, വൈരാഗ്യം, വെറുപ്പ് ഇതൊക്കെ ലൈഫിൽ നിന്ന് കളയാം. കാരണം ചില അവസരങ്ങളിൽ നമുക്ക് ചില വ്യക്തികളോട് തോന്നുന്നത് വാശിയോ വെറുപ്പോ ഒന്നും ആയിരിക്കില്ല, ഒരുതരം ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. മനസ്സിലാവുണ്ടോ? മാക്സിമം മാറി നിൽക്കുക. നമ്മളായിട്ടിരിക്കുക. അതിന് ഭയങ്കരം ഒരു സുഖമുണ്ട്. ആ സുഖം അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നത്, സമാധാനം ലഭിക്കുന്നത്. അതർവൈസ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല, നമുക്ക് ജപിക്കാൻ കഴിയില്ല, നമുക്ക് സ്വസ്ഥമായി ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഉറങ്ങാൻ പറ്റില്ല. ഈ ചിന്ത തന്നെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വന്നിട്ട് നമ്മളായിട്ടിരുന്നിട്ട് നമുക്ക് എന്താണോ സന്തോഷം തരുന്നത് ആ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും ജീവിതത്തിൽ. ശരിക്കും കിട്ടും. അത് നമ്മുടെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യുന്ന ഞാൻ എപ്പോഴും പറയുന്നത് അതാണ്. നമ്മുടെ മുഖത്ത് അത് റിഫ്ലക്ട് ചെയ്യും. ചില ബന്ധങ്ങൾ നമുക്ക് അയ്യോ പ്രശ്നമൊന്നുമില്ല സുധി, ഞാനിങ്ങനെ ഓപ്പൺലി പറയാണ്, ചില കാര്യങ്ങൾ പറയാണ്. ഇപ്പൊ ഞാൻ ലൊക്കേഷനിലൊക്കെ കണ്ടിട്ടുണ്ട് ചില ഫ്രണ്ട്സുകൾ ഒക്കെ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിലൊക്കെ പോയി പെട്ടിട്ട് ഭയങ്കര സ്ട്രെസ് അനുഭവിക്കും അവര്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരിക്കും, ഇത് എന്തിനാ ഇപ്പത്, ഇതിന്റെ ആവശ്യം എന്താണ്? ഞാൻ പറയും, അയ്യോ വിട്ട് തള്ളങ്ങിട് എന്ന് പറയും. കാരണം നമ്മളും നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ചില കാര്യങ്ങളാണ് അതൊക്കെ. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യാം, ഹാപ്പി ആയിട്ടിരിക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ എത്ര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ അത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് ആദ്യം പറയുന്ന കാര്യം എന്താ അറിയോ? ഞാൻ ഷൂട്ടിലാണെങ്കിൽ ദൈവത്തോർത്തിട്ട് എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്, അനാവശ്യമായിട്ട് എനിക്ക് മെസ്സേജ് ഇടരുത്, പ്ലീസ് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. കാരണം ഞാൻ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ജോലിയാണ്. ആ ജോലിയിൽ എന്നെ ഒരു തരത്തിൽ ഇറിറ്റേറ്റ് ചെയ്യരുത്. അപ്പൊ അതേപോലെ സാരല്ലേ മോനെ, അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിനെ എപ്പോഴും സന്തോഷമാക്കി വെക്കുക. മനസ്സിനെ സന്തോഷമാക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ തന്നെ കടിഞ്ഞാണ്ടിടുക. മറ്റൊരാളെ കയ്യിൽ നമ്മൾക്കുള്ള കടിഞ്ഞാണും താക്കോലും കൊടുക്കാതിരിക്കുക.